പാലക്കാട് ഞെട്ടിക്കുന്ന ദുരഭിമാന കൊലയുടെ കൂടുതൽ വെളിപ്പെടുത്തൽ ഈ സമയത്ത് വരികയാണ്. അമ്മാവൻ ഭീഷണിപ്പെടുത്തിയിരുന്നതായി പാലക്കാട് ദുരഭിമാന കൊലക്കരിയായ അനീഷിന്റെ ഭാര്യ ഹരിത വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി ഫോൺ എടുത്തു കൊണ്ടുപോയി. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് അനീഷിന്റെ അച്ഛൻ അറുമുഖൻ പറഞ്ഞു. 3-4 പ്രാവശ്യം വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ആ കുട്ടികളുടെ 2 കൊടുക്കും. ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ പണിക്ക് പോകുന്നവനാണ്. അപ്പോൾ ഒരു ദിവസം സൺഡേ മാത്രം ഇവിടെ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കുട്ടീനെ കൊണ്ട്, നീ ഇവിടെ വരണ്ട, നിങ്ങളുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, നീ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് പോകുമ്പോഴാണ് എൻ്റെ കുട്ടിൻ്റെ ഫോൺ കൊടുത്തിട്ട് പോയി. എൻ്റെ ചെറിയ അമ്മേൻ്റെ വലിയ ഫോൺ, ഓൺലൈൻ പഠിക്കുന്നതാണ്. 2 കുട്ടികളും അതിലാണ് പഠിക്കുന്നത്. അത് എടുത്തിട്ട് പോയി ഞാൻ സ്റ്റേഷനിൽ പരാതി ചെയ്തു. അതിൻ്റെ ഒരൊറ്റ ആക്ഷനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇലക്ഷൻ വർക്കാണ്, ഇതാണെന്നൊക്കെ അവർ SI സാറ് പറഞ്ഞു. പിന്നെ അത് ടീച്ചറെ വിളിയുമില്ല, എൻ്റെ മക്കൾക്ക് പഠിക്കാനും വഴിയില്ലായിരുന്നു. അങ്ങനെ 3-4 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഒരു അമ്മാമൻ സുരേഷ് പറയുന്നത്. പിന്നെ ഇവൻ്റെ അച്ഛൻ ഈ കുട്ടീനെ വിളിച്ചിട്ട് ഇവൻ്റെ കുട്ടീൻ്റെ അച്ഛൻ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് 90 ദിവസം ഇരിക്കാനായിക്കോളൂ പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റായിട്ട് അവർ ഉപയോഗിച്ചു. എന്നാണ് 90 ദിവസം എന്തോ റെക്കോർഡ് ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് അത് നോക്കാൻ ഞാൻ എടുത്തിട്ട് പോയി പറഞ്ഞു. ശ്രീധരൻ കുറിയടത്താണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, 90 ദിവസമെന്ന് പറഞ്ഞു, അത് അവർ നടപ്പാക്കിയെന്നാണ് വിതുമ്പിക്കൊണ്ട് അച്ഛൻ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ വകവരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ പലതവണ ഭീഷണിപ്പെടുത്തി അവസാനം കൊന്നു തള്ളുകയായിരുന്നു എന്നാണ് പരാതി. എന്തുകൊണ്ടാണ് പോലീസ് ഇവരുടെ പരാതി മുഖവിലേക്ക് എടുക്കാതിരുന്നതും അനീഷിന് സംരക്ഷണം നൽകാതിരുന്നതും? വളരെ ഗുരുതരമായ ആരോപണം തന്നെയാണ് PG സൂചിപ്പിച്ചതുപോലെ അനീഷിന്റെ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം പോലും സുരേഷ് ഇവരുടെ വീട്ടുമുറ്റത്ത് നിന്ന് ഇവരെ വെല്ലുവിളിക്കുന്നൊരു സംഭവം ഉണ്ടായി എന്ന് വീട്ടുകാർ തന്നെ വെളിപ്പെടുത്തുന്നു. നിരവധി തവണ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ ഫോൺ എടുത്തുകൊണ്ടുപോയതും. ഇത് സംബന്ധിച്ചൊരു പരാതി പോലീസിന് നൽകിയെങ്കിലും പോലീസ് ഇത് കാര്യമായി എടുത്തിട്ടില്ല. സാധാരണ കുടുംബ വഴക്കോ തർക്കമോ എന്ന രീതിയിലേക്കുള്ള ഒരു കാര്യം മാത്രമാണ് കൈകാര്യം ചെയ്തു എന്നാണ് നമുക്കും അറിയാൻ സാധിക്കുന്നത്. വളരെ ഗൗരവതരമായി കാര്യം സമീപിച്ചില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടതും. നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ ഈ സംഭവം നടന്ന ഈ പ്രദേശത്താണ്. മാനാംകുളം ഈ ജംഗ്ഷനിൽ വെച്ചാണ്, ഈ കാണുന്ന ഈ പ്രദേശത്ത് വെച്ചാണ് അനീഷിന് വെട്ടേറ്റത്. തൊട്ടപ്പുറത്ത് ഉള്ള ഒരു കടയിൽ നിന്ന് ശീതളപാനീയം കുടിച്ച ശേഷം മടങ്ങി വരുന്ന വഴിയാണ് ആക്രമണം ഉണ്ടായത്. ഈ റോഡ് സൈഡിൽ കാണുന്ന ഈ ഓടയിലേക്കാണ് അനീഷിനെ വെട്ടിയെറിഞ്ഞത്. നമുക്ക് നേരത്തെ ദൃക്സാക്ഷികൾ പറഞ്ഞതുപോലെ തന്നെ ഈ കടയിൽ നിന്ന് തിരിച്ച് മടങ്ങി വരും വഴിയുള്ള ഒരു ആക്രമണം, അതാണ് ഈ നാട്ടുകാർ തന്നെ ഈ ഒരു ആക്രമണത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് പലരും മോചിതരായിട്ടില്ല. മറ്റൊരു പ്രധാന കാര്യം, 2 പേർ കസ്റ്റഡിയിലുണ്ട്, അച്ഛനും അമ്മാവനും. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. വളരെ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് പോലീസിന് കൊടുക്കുന്നത്. അതിനാൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഉച്ചയോടെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നാണ് പാലക്കാട് SP അറിയിച്ചിരിക്കുന്നതെങ്കിലും എന്താണ് ഈ ഒരു കൃത്യത്തിന് പുറകിലെന്ന് ഇവരിൽ നിന്ന് തന്നെ കേട്ടറിയാനുള്ളൊരു സംവിധാനം ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. അവർ കൃത്യമായ ഒരു വിശദീകരണമോ വിവരണങ്ങളോ നൽകുന്നില്ല. എന്തിനാണ് ഇത്തരം ഒരു കൃത്യം ചെയ്തതെന്നതിന്. പ്രത്യേകിച്ചും ഒരാൾ മദ്യലഹരിയിലാണെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്ന് ചോദിച്ചറിയാൻ കഴിയുന്നതേ ഉള്ളൂ. ഇതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. അല്പസമയം ശ്രീധരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പാലക്കാട് നടന്ന അരും കൊലയ്ക്ക് പിന്നിൽ നടന്ന ആസൂത്രണവും പകയും ബന്ധുക്കൾ തന്നെ തുറന്നു പറയാണ്. അനീഷിന്റെ ഭാര്യയുടെ പിതാവുമാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയത്. എന്ന് മാത്രമല്ല, പോലീസിൽ വ്യക്തമായ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ല എന്നും ആ കുടുംബം പറയുന്നു. Download Moj.